നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരവൽ അടവിൻ്റെ ലാസ്റ്റ് പരവലടവാണ് നോക്കുന്നത്. ഇതും കൂടെ കഴിഞ്ഞാൽ 4 പരവലടവ് പഠിച്ചു കഴിയും. സോ പെട്ടെന്ന് തന്നെ നോക്കാം. 4th പരവലടവ്. നമുക്ക് ആദ്യം ഇതിൻ്റെ കാല് മാത്രം നോക്കാം. സോ ഇതിനാദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സമത്തിൽ നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള അടവിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഒരു ജെർക്ക്, അതൊരു ചാട്ടം, ജസ്റ്റ് ഇതാ ഒരു ചാട്ടം. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ അരമണ്ഡലത്തിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്സ് 1 2, പിന്നെ കാല് ബാക്കിൽ, പിന്നെ റൈറ്റ് ചവിട്ടുക, ലെഫ്റ്റ് ബാക്കിൽ വരിക, റൈറ്റ് ചവിട്ടുക, ലെഫ്റ്റ് ബാക്കിൽ, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് റൈറ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്. ഇനി ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് എന്ത് വേണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ ഒരു ജെർക്ക്, ഒരു ചാട്ടം. അതെവിടെ റൈറ്റ് സൈഡിൽ ചാടുന്നു, അതേപോലെ നമ്മൾ ലെഫ്റ്റ് ലെഗാണ് ആദ്യം ചവിട്ടുന്നത് അരമണ്ഡലത്തിൽ. സെയിം. അപ്പോൾ റൈറ്റ് ലെഗ് ബാക്കിൽ വരും, അഗൈൻ ലെഫ്റ്റ്, റൈറ്റ് ബാക്കിൽ, അഗൈൻ ലെഫ്റ്റ് ബാക്കിൽ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചവിട്ടി ഇതൊക്കെ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ചവിട്ടി പോകും. ഇത്രയേ ഉള്ളൂ കാലിൻ്റെ അടവ്. സോ നമുക്ക് കൈയുടെ അടവ് നോക്കാം എങ്ങനെയാണ്. ഇതിൽ 2 മുദ്രകളെ യൂസ് ചെയ്യുന്നത്. ഒന്ന് കടകാമുഖം, ഓർമ്മയുണ്ടല്ലോ അല്ലേ, ബട്ടർഫ്ലൈ പോലെ നമ്മൾ ഒരുമിച്ച് പിടിക്കുന്നത് നമ്മുടെ ചെസ്റ്റ് ലെവലിൽ കടകാമുഖം. പിന്നെ നമ്മൾ ചാടുന്നുണ്ടല്ലോ, ചാടുമ്പോൾ ഈ കടകാമുഖത്തിൽ നിന്ന് മുകളിലേക്ക് അലപത്മം അറിയാലോ അല്ലേ, ഇതുപോലെ എല്ലാ വിരലുകളും ഇങ്ങനെ വിടർത്തി പിടിക്കുന്നതാണ് അലപത്മം. അലപത്മത്തിൽ കടകാമുഖത്തിൽ നിന്ന് അലപത്മത്തിലേക്ക് ചാടുന്നു ഇങ്ങനെ. ഇതേ അടവ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് പല സ്റ്റെപ്സും നമുക്ക് പല മുദ്രകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ വേറൊരു സ്റ്റൈൽ അത് തെറ്റാണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കലാമണ്ഡലം സ്റ്റൈല്, കലാക്ഷേത്രം സ്റ്റൈല്, പിന്നെ ഓരോ ഗുരുക്കന്മാർക്ക് അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അത് തെറ്റല്ല, അത്രയും മനസ്സിലാക്കി വെക്കുക. നമുക്ക് പല മുദ്രകൾ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരേ അടവിന് തന്നെ പല ടൈപ്പിലെ മുദ്രകൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ചെയ്ത് തന്നെ നമ്മൾ ഇതിന് പകരം നമ്മൾ കടകാമുഖത്തിലും ചാടുന്ന ഒരു സ്റ്റൈലുണ്ട്. അങ്ങനെയുണ്ടെന്ന് ഞാൻ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പഠിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കടകാമുഖത്തിൽ നിന്ന് അലപത്മത്തിലേക്ക് ചാടുന്നു. ചാടിയിട്ട് പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ്മെൻ്റ് ആണല്ലോ, പക്ഷെ നമ്മുടെ ബോഡിയും നമ്മുടെ നോട്ടവും ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഈ അലപത്മം തന്നെ നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ട് കൈ ഇങ്ങനെ വിടർത്തി തിരിച്ച് കടകാമുഖത്തിലേക്ക് വരുന്നു. ഇത്രയേ ഉള്ളൂ. അതേപോലെ തിരിച്ചും ചാടുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിയും കൈയും എല്ലാം റൈറ്റ് സൈഡിലേക്ക് ചെരിയുണ്ട്. അവിടെ ജെർക്കിങ് 1 2 3 4 5 6. അവിടെ നല്ലപോലെ ബെൻഡ് ചെയ്യുക, കുനിയുക. എന്നിട്ട് ചെസ്റ്റ് ലെവലിലേക്ക് തിരിച്ചു വരുന്നു. അരമണ്ഡലത്തിൽ തന്നെ വീണ്ടും സമത്തിൽ ചാടുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നമുക്ക് കൈയും കാലും ചേർത്ത് എടുക്കാം. ഫസ്റ്റ് സ്പീഡ്. അപ്പോൾ തി യും ത ത തി യും ത ഹ. ഓക്കെ. തി യും ത ത തി യും ത ഹ. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് സ്പീഡ് നോക്കാം. ഇതേപോലെ തന്നെ 3 4 തി യും ത ത തി യും ത ഹ. തി യും ത ത തി യും ത ഹ. ഇനി നമുക്ക് തേർഡ് സ്പീഡ് നോക്കാം. 3 4 തി യും ത ത തി യും ത ഹ തി യും ത ത തി യും ത ഹ. സോ നമ്മൾ പരവൽ അടവുകൾ 4 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കണ്ട് 4 ഒരുമിച്ച് ചേർത്ത് പഠിച്ചു വയ്ക്കുക. ഈ അടവുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്ലാസിക്കൽ ഐറ്റം അല്ലെങ്കിൽ പോലും ഇത്രയും ഇതുപോലത്തെ കുറച്ച് അടവുകൾ കൂടിയുണ്ട്. ഈ അടവുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു സെമി ക്ലാസിക്കലോ അല്ലെങ്കിൽ സിനിമാറ്റിക്കിൽ തന്നെ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സിനിമാറ്റിക് ഡാൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ബേസിക്സ് സ്റ്റെപ്പുകളാണ്.
ഈ അടവുകളും ഇനി ചെയ്യാൻ പോണ കുറച്ച് അടവുകളെല്ലാം കൂടെ പഠിച്ചാൽ തന്നെ അത്യാവശ്യം ബാക്കി അതൊരു വേറെ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐറ്റം പഠിക്കാനും ഈസിയാണ്, ബാക്കി ഡാൻസും കൂടെ ചെയ്യാൻ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. സോ ഇനി ഇതുപോലത്തെ നെക്സ്റ്റ് സെറ്റ് ഓഫ് അടവുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.